നല്ല പപ്പടം. ശരിക്കും ഞങ്ങള് നല്ല രസമായിട്ടുള്ള. പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരു ലക്ഷ്യമില്ലാതെ പോവാണ്. അമ്മാനോട് വിളിച്ചേ ഇതിൽ 3 ആൾക്കാർ ഇപ്പത്തെ നമ്മളെ കാലിന്റെ വലിപ്പം നോക്കാം. ഞങ്ങൾ ഇവിടെ അരിമണലെത്തി. എവിടെ അമ്മാനു ക്യാമിയോ റോഡിലാട്ടോ. അപ്പൊ ഞമ്മള് നേരെ പോവാണ്. മരണത്തിന് നീതി വന്ന ആളാണ്. ഒരു ബൈക്ക് പോയപ്പോ ബൈക്കിന് ഹെഡ് കുത്തി. ഒന്നും പറയല്ല, ബാവുട്ടിനെ വെച്ച് മുതലെടുക്ക. ഇതിന്റെ എളാപ്പയാണ്. എളാപ്പാനെ വെച്ചാണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയാണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നാടിലൂടെ മനോഹരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേരളത്തിലെ ഒരു മനോഹരമായ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലമ്പിലക്കൈ കുട്ടത്തി കേട്ടിട്ടുണ്ടോ? കേരളത്തില് ഇതേപോലെ ഒരു പ്ലേസ് ഉണ്ട്. ഇതിനെ കുറിച്ച് കേട്ടു നിങ്ങള്? നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൂന്നാറിലോ ഒന്നും പോണ്ട. ഈ ഒരു സ്ഥലം അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേരളത്തിലെ കേരള എന്നറിയപ്പെടുന്ന ചിലമ്പിലക്കൈ കുട്ടത്തിയിലാണ് ഇപ്പം ഉള്ളത്. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? കുട്ടത്തി എന്നാണ്ടോ. ഇതാണ് കളി. ആഹാ, മൂന്നാർ സോപ്പ് വൈബ്. വായ്ക്കപ്പൽ സംഭവം കേറിയട്ടോ. ബാവുട്ടിയ, ഈ ഏരിയയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ഇതിനെ കുറിച്ച് പറഞ്ഞു. ഈ സ്ഥലം നമ്മളെ നാട്ടില് അത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ ടൂറിസ്റ്റ് ഭൂപടം വലിയ കരുവാരുണ്ട്. കാരണം ഇതിന്റെ അപ്പുറം ഭാഗം സൈലന്റ് വാലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൈലന്റ് വാലി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളിൽ ഒന്നാണ്. ആ സൈലന്റ് വാലിന്റെ തൊട്ടിപ്പുറത്തുള്ള ഭാഗത്താണ് ഈ കരുവാരകുണ്ട്, കാളികാവ് ഈ മേഖലകൾ കിടക്കുന്നത്. നീരുറവകൾ, വെള്ളച്ചാട്ടങ്ങൾ, കൊച്ചു പിന്നെ വന്യമൃഗങ്ങളും ഒരുപാട് ഇപ്പൊ അല്ലെ മോനോ ഒരുപാട് കണ്ടു തുടങ്ങി. കടുവ ഫോറസ്റ്റ് വിഭാഗം പിന്നെ അതിനെ തെരച്ചിലാണ്. നിർഭാഗ്യവശാൽ ഒരാള് ആ കടുവക്ക് മുന്നിൽ മരണത്തിന് കീഴടങ്ങി. പക്ഷെ എന്നാലും ഫോറസ്റ്റും മറ്റുള്ള എന്താ പറയാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പിടിക്കാനുള്ള കഠിനമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അടുത്തായി എളാപ്പ 2 വാക്ക് സംസാരിക്കൂ. ഇവിടെ വായിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആണോ ഇത് കേൾക്കണ്ടോ? സംഭവം എന്താ വെച്ചാല് ഈ ആടിനെ താത്ത പറഞ്ഞിട്ട് നിങ്ങള് ഈ മറ്റേ മൃഗീയമായിട്ട് പിടിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ട് ഓരെന്ത് ചെയ്യണം? അവിടെ കെണിക്ക് വെക്കണം. ഒരു 10 ദിവസം അവിടെ ഇട്ട കടുവ അങ്ങനെ വന്ന് മാന്തുക, കൊല്ലരുത്. അമാനു നോണ പറയാണ്. അമാനു ഇവിടെ കുട്ടിനെ കാണാൻ വന്നാണ്, പെണ്ണ് കാണാൻ വന്നാണ് അമാനു. ഏത് ഭാഗത്താ? ശരിക്കും ഞങ്ങള് ഒരുങ്ങി സുഹൃത്തുക്കളെ ഇന്ന് നമ്മള് ഒരു യാത്ര പോവാണല്ലോ. അപ്പൊ ഇതില് എനിക്കൊരു ചലഞ്ച് തരികയാണ് ഞങ്ങള് ചിലപ്പോ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തുമ്പോ അവിടെ ചിലപ്പോ ഒരു മാങ്ങ കാണും, അല്ലെങ്കിൽ റംബുട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു മരത്തുമ്പോ കാണുന്ന സമയത്ത് അത് പോയി കണ്ടിച്ച് കുറച്ച് കൊണ്ടുവരാം.
ചോദിച്ചു പറിച്ചാലും ചോദിച്ചാതെ പറിച്ചാലും അല്ല ചോദിക്കാതെ കുറയ്ക്കുമ്പോഴേ ഓനെ അടിട്ടുള്ളൂ. എന്താ ചോദിച്ചു പറിച്ചോട്ടെ, അല്ലെങ്കിൽ നമ്മള് ഹറാമ് തിന്നണം പോട്ടെ. ചോദിച്ചു പറിച്ചോട്ടെ. ആയിക്കോട്ടെ, ചോദിച്ചു എവിടെ കാണിച്ചിട്ട് ഞാൻ ഇപ്പൊ ചോദിച്ചു. ഞങ്ങള് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തുമ്പോ പണ്ട് അങ്ങനത്തെ റണ്ണൊന്നുമില്ല, എന്നാലും ആ മൂച്ചി അടിച്ചു എല്ലാരും. ആ ഇനി ഹലാലായ മുതലൊന്നും തിന്നോട്ടെ. നിസാമൊക്കെ ഉണ്ടല്ലോ സെൻട്രൽ പിക്ചർ മദ്രസിന്റെ ചാനൽ സെൻട്രൽ പിക്ചർ ഇവിടെ ആളില്ല, അതൊരു കോട്ടേഴ്സ്. സംഭവം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിന്റെ മനോഹാരിത നിങ്ങൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. കണ്ണാടി കൂടെ നോക്കി, ബാബുന്റെ ലുക്ക് നോക്കി, ബാബുട്ടിയാ അപ്പൊ കണ്ണാടി കൂടെ നോക്കിക്കാണി. നിങ്ങളൊരു ചോറ് വയ്യറിയില്ലല്ലേ. ഈ കാക്കാനൊക്കെ എന്തോ ബിസിനസ്, കാക്കാനോട് ചോദിച്ചാലോ? വേണ്ട, നമ്മളെ സബ്സ്ക്രൈബറെ ഞാൻ മുന്നിൽ നിൽക്കാം. നമ്മള് വണ്ടിന്ന് ഇറങ്ങുമ്പോഴേ ആദ്യം വണ്ടിക്ക് തിരിച്ചെത്തുന്ന ആരാ ഓല് മുന്നിൽ നിൽക്കുക. ഡ്രൈവിംഗ് സീറ്റ് ഉൾപ്പെടെ. ഡ്രൈവിംഗ് സീറ്റ് ഒന്നും ഒരു കാര്യം, ഇവിടുന്ന് ഈ മുന്നിൽ ഒരു മാറ്റം കുറുക്കനോ ഓലക്കാരണി എന്താ കാട്ടുക, കൊണ്ടുപോകാൻ പോകും. അതാണ് ഈ ശരീരം കൊണ്ടുള്ള മെച്ചം, അതാണ് സ്നേഹം. അത് ശരീരം കൊണ്ടല്ല, ശരീരം കൊണ്ടുള്ള സ്നേഹം. കാര്യമില്ല. ഇവിടെ പള്ളിക്ക് കയറാൻ നിസ്കരിക്കുക, അതാണ് അവിടുത്തെ പ്രശ്നം. പഠിച്ചോനെ ഒരു കടുവനെ കാണിച്ചോണ്ടാ, ചെങ്ങായിക്ക് പയ്യന്നെ അറിയില്ലോ ലെഫ്റ്റ്. ഞാൻ കേട്ടെങ്ങനെ അറിയോ, ഈ ചങ്ങായിട്ട ഹെൽമെറ്റില് അവര് ഫുട്ബോളിന്റെ ആകൃതിയിലായിരുന്നു. പിന്നെ കണ്ടപ്പോ ഇമ്പാക്ട് ആണല്ലോ, ഞാൻ കുത്തിയോലോ, ആ ചങ്ങായി പോണു, ഇപ്പൊ ചെറിയ പരിക്കറ്റി. മുരിങ്ങ അത് പൊന്നിച്ച ഓരോരുത്തർ സംരംഭങ്ങളാണ്. അടക്കാപ്പായ ഉണ്ടാവും, മറ്റേ മാങ്ങ ഉണ്ടാവും, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഷെഫീഖിനെയാണല്ല ഒരു ഈറ അടിച്ച മുകളിലെ ആരെങ്കിലും ആൾക്കാരെ കാണുമ്പോ അടികൊള്ള ഞാനല്ല ഇവിടെ ചോദിച്ചോ. ആൾക്കാരെ കാണുമ്പോണ്ടല്ലോ ചോദിച്ചാല് പോടാവിടുന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ നമുക്ക് കൊടുക്കാം. അവിടെ പന്ത് ഇവിടെ എവിടെ കണ്ടോ, ഈ നട്ടുച്ചക്ക് പന്ത് കളിച്ചാൽ അമ്മേന്റെ സ്റ്റുഡൻസാ, എക്സ്പീരിയൻസ് ആണ്. റബ്ബറിന്റെ ചാലില്ലേ, അതിലൊക്കെ നല്ല മീൻ ഉണ്ടല്ലോ, മേലെ കൂടെ പോണ കൊക്കിനെ എറിഞ്ഞിട്ടീനു. സത്യം. ഇപ്പൊ അതാണ് ആ സിക്സ് അടിക്കല്ലേ, ബാപ്പുന് സിക്സ് അടിച്ചല്ലോ ഈ ഉണ്ണ മോനെ വരുന്നേ. പക്ഷെ ഞാൻ 26 നോട്ടോട്ടെ നിങ്ങള് ചോദിച്ചോ, ബാബുട്ടിന് ഒരു 6 മോനുവിന് 2 6 കേട്ടോ. ഞാൻ 6 അടിച്ചു. എന്താ ചെങ്ങായി ഡ്രൈവർ അല്ല ഇതില് നോണ പറയണൊക്കെ യൂട്യൂബ് നോണല്ല, ചോദിച്ചോക്ക്. പകരം ഒരു 6 അന്ന് 2 4 അടിച്ചു, 2 സിംഗിളും ഉണ്ട്. ഇജ്ജ് പറഞ്ഞ 7 ബോളായി, അപ്പൊ ഞാൻ 6 ബോൾ അയച്ചിരിക്കണേ. ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മളെ ചെവി അടച്ചു മേത്തത്, അതാണ് ആൾട്ടിറ്റ്യൂഡ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മറിക്ക് ഇത് എടുക്ക്. എന്താണ് സുഹൃത്തുക്കളെ, ഇതൊരു നമ്മളെ കൊളയില്ലേ. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഞാനോ ഇത് കണ്ടങ്ങള്, ഇതാണ് ഇവിടുത്തെ മലയോര മേഖലയിലുള്ളത്. ഇപ്പൊ നമ്മൾ ഈ പോകുമ്പോ എന്തും സംഭവിക്കും. കവുങ്ങ് മറിഞ്ഞു. ഈ പ്രദേശത്ത് കറണ്ട് ഇല്ല സുഹൃത്തുക്കളെ. ഇപ്പൊ 2 ആഴ്ചയായിട്ടില്ല. അതെ, ഇതാണ് ഫെൻസിങ് ലൈന്. പെൻസി കുഞ്ഞു കാണൂ, ഇതാണ് ഫെൻസിങ് ലൈൻ. ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. 2 ദിവസം മുന്നേ ഒരാൾ ആന ചവിട്ടിക്കൊന്ന വീഡിയോ കണ്ടിരുന്നു. ഇത് സീരിയസ്ലി പറയണോ, ആ ഏരിയ ഉണ്ട്. ഇതുണ്ടോ ഫുള്ള്
നായ് പുലി പുലി. ഇതാണ് കാട്ടുനായി സുഹൃത്തുക്കളെ, കാട്ടുനായി. എടാ ചക്ക ഉണ്ട് കേട്ടോ. ചക്കുള്ള ഏരിയകളിൽ ആന വരാനുള്ള സാധ്യതയാണ്. കാരണം ഇത് മധുരമുള്ള സാധനമാണ് ആന തിന്ന. ഇത് ഞാൻ പറയുന്ന കറക്റ്റ് കാര്യം. ഇവിടൊക്കെ നല്ല കാറ്റടിച്ചിട്ടുണ്ട്. ഇൻ കേസ് നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിടയിൽ നല്ല കാറ്റും മഴ വന്നു കഴിഞ്ഞാല് മഴ പെയ്യും. ഒരു ചങ്ങായി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട്. ആ ചങ്ങായിന്റെ വണ്ടി സംഭവം നൈസ് പ്ലേസ് ആണോ. അതിന്റെ ഫുള്ള് അവന്റെ കമന്റ്. എനിക്ക് ഒരുപാട് 6-3 ഉണ്ടല്ലോ, 6-3 എനിക്ക് ഒരുപാടുണ്ടല്ലോ. നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണോ സുഹൃത്തുക്കളെ. എനിക്ക് ചലഞ്ച് തരാനുള്ള സ്ഥലം എത്തിയോ ഇത് പറയട്ടോ. മക്കളെ നോക്കി നാടിന്റെ ഭംഗി അത് നാട്ടിൽ തന്നെ കിട്ടാം. കായ എടുത്താൽ കിട്ടും. അത് ഫുള്ള് നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസ് കേട്ടോ. കിടിലം വ്യൂ. കാറ്റോ ആന വലിച്ചുകൊണ്ടുവന്ന മരങ്ങളൊക്കെ ഏകദേശം 50 കിലോമീറ്ററിന് അപ്പുറത്താണ് ആണോ? ഇത് ഉരുള് പൊട്ടിയപ്പോ ഒന്നാണ്. വെള്ളച്ചാട്ടം. ഇതാണ് നല്ല ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് സുഹൃത്തുക്കളെ. ഇതാണ് ഇത് എവിടുന്ന് വരുന്ന അറിയോ? ഇത് ഊട്ടിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്. ഊട്ടി. ഈ 2 മലന്റെ അപ്പുറം ഊട്ടിയാണ്. അപ്പൊ ഊട്ടിന്ന് വരുന്ന വെള്ളമാണിത്. സത്യമായിട്ട് വിശ്വസിക്കൂ സുഹൃത്തുക്കളെ. വിശ്വസിച്ചാലും നമ്മളെ ആ വീഡിയോ അവിടെ കാണിച്ചു കൊടുക്കുക. അതിന്റെ ആ മോൾക്ക് എത്തണം നമ്മൾ. പശ്ചിമഘട്ട മലനിരകൾ യുനെസ്കോന്റെ മറ്റേ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. അതായത് അത്രയും റിച്ച് ആണ്, ബയോഡൈവേഴ്സിറ്റിക്കലി റിച്ച്. വളരെ റയർ ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്ലാന്റ്സും മൃഗങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സ്പീഷീസും പശ്ചിമഘട്ടം പശ്ചിമ വാലി വരെ ഏകദേശം 1500 കിലോമീറ്ററുകൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന പശ്ചിമഘട്ട മലനിര. So this is Western Ghats, you can say. The popularly it's better known for Western Ghats. You can, right? It has 2 gaps. Yeah. One is Palakkad gap. Yes, that's better known for. That's very popular in And this. other is Kollam. If you're a geographical student, you can enhance your vocabulary in that matter. Vocabulary in the sense, yeah. നമ്മൾ കണ്ണംകുണ്ട് പാലം. വള്ളം കയറിയാണ്. അയ്യോ പോ അതില് പോവും. വണ്ടി പോവും. ഞാൻ വണ്ടി ഒലിച്ചു പോയാൽ നമ്മള് രക്ഷിക്കും. രക്ഷിക്കും. വണ്ടി ഡോറ് ലോക്കാണ്. വണ്ടിക്ക് വള്ളം പോകുന്നതിനിടയിൽ കണ്ട് പുഴയും റോഡും ഒന്നായിക്കൊണ്ടിരിക്കാണ്. പോയി കഴിഞ്ഞാൽ എന്താവും സംഭവം? അലനല്ലൂർ പാലം നോക്കി. ആൾട്ടൺ താങ്ക് യു. അറിയാലോ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കണ്ണംകുണ്ട് പാലത്തിലുണ്ടോ. അല്ല വണ്ടിൻ്റെ അരിയിലും നോക്കി. സംഭവം റോഡും പുഴയും മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. നല്ല ഉണ്ടാവും. അതെന്താ കിട്ടാത്തത്? നല്ല ഉണ്ടാവും. ആ തേങ്ങ എന്ത് വില കൊടുത്തു ഞാൻ എടുക്കും. കാരണം അത് പോയതാ. അത് പോയി വണ്ടി നിന്ന് കഴിഞ്ഞാൽ നല്ല പോലെ ഇത് വെള്ളതായി കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്. അക്കാണുന്ന കോട്ട വരണോക്ക്. ആൾക്കാർ ബൈക്കുമ്മ പോരാൻ വേണ്ടിട്ടേ ബുദ്ധിമുട്ടി കുടുങ്ങിക്കുന്നുണ്ടെങ്കിൽ രസപ്പെടുത്താൻ പോയി. ഇവിടെ നല്ലൊരു കോട്ട ഇരിക്കുന്നു. നല്ലൊരു സ്ഥലമുണ്ട് കണ്ണംകുണ്ട്. പുളിഞ്ചോട്ടിൽ
ഇവിടുത്തെ നാട്ടുകാർ നല്ല രസമായിട്ട് ഒരു കോട്ട് ചെയ്തിട്ടുണ്ടോ, ഇത് പ്രാവർത്തികമാണ്. ലഹരി വിൽപ്പനമായി കഞ്ചാവ്, MDMA നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ ഉൾപ്പെടെ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. അതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവുന്നതല്ല. ചോദിക്കാൻ വരുന്നവർക്ക് അടി കിട്ടും. പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ലഹരി അടി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, മരിച്ചരുത്, പക്ഷേ മരിച്ച പോലെ ആക്കിയിടണം. സ്വബോധത്തിൽ വേദനയൊക്കെ നുള്ളുമ്പോൾ അങ്ങനെ അറിയണം. ഒരു മുറിയൊക്കെ ആക്കിയിട്ട് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് സൂപ്പർ ഗ്ലൂട്ട് ഒട്ടിച്ചേക്കുക, അങ്ങനത്തെ ശിക്ഷ. അതായത് ഡോക്ടർമാരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലേ? സംഭവം പുളിഞ്ചോട്ടിൽ നമ്മളെ വണ്ടിയിലേക്ക് നമ്മൾ കയറാണ്. നമ്മൾ പാൻറ് ഞാൻ ആ വണ്ടി കയറാൻ ചോദിച്ചാലോ? വണ്ടി ഇവിടെ തിരിക്കാൻ സുഹൃത്തുക്കളെ, കാരണം വണ്ടി ഇത് പോയില്ലോ. കറക്റ്റാണിപ്പോൾ പോയി. അതാണ് അതിന്റെ പ്രശ്നം. തിരിച്ചു പോയിക്കോട്ടെ, കുറച്ച് എണ്ണല്ലേ കൂടുതൽ ഗോൾ, വെറുതെ കുട്ടിനെ വെച്ച് റിസ്ക് എടുക്കണം. പോകാൻ പാടുള്ളൂ. അലച്ചു പോയാല് അല്ല ഓലിപ്പോ വെള്ളം കാത്തുകൊണ്ട് അടിച്ചാലോ? പോകും വേണ്ട. ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കാണണമെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന്. ഇവിടെ ഫ്ലൈ ഓവർ കൊടുത്തൂടെ? നല്ല രസമുള്ള കുട്ടി. ചലഞ്ച് എത്തി. നമ്മള് മാങ്ങ പൊറിക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്നാ ക്യാമറ ഓടിച്ചോളി ആയോ? അപ്പൊ നമ്മള് മാങ്ങ പൊറിച്ചാൻ വേണ്ടി ചോദിക്കും. കാക്കാ സോസ് ഒരു 3-4 മാങ്ങരോ, അല്ലെങ്കിൽ ഒരു ബാഗ് ഇപ്പോഴും വാങ്ങും. മാങ്ങരോ 2 മാങ്ങ ഉണ്ടോ? ഇറങ്ങിയില്ലല്ലോ വണ്ടി, ഇറങ്ങിയില്ലല്ലോ. എത്ര പൈസ എത്ര ഇറങ്ങിയോ? നമ്മളെ കൂട്ടത്തിലേ അവിടെ പൂന്ത് പ്രവാസികളുണ്ട്. അപ്പൊ മാങ്ങ ഇന്നാത്ത ആൾക്കാരാണ്, എന്റെ സായിപ്പന്മാരാണ്. മാങ്ങ ഇല്ലാത്ത ആൾക്കാർ. ഇത് പഴയ ഉണ്ടോ? ഉണ്ടോ? വാങ്ങണ്ടോ? ആണോ? ഇത് എത്ര പൈസ കിട്ടുമോ? പൈസ കിട്ടുമോ? എത്രയാണ് തരൂല? ഇന്ന് നിൽക്കണോക്കെ ഇന്ന് നിക്കട്ടെ. ഓനക്ക് ചോദിക്കാൻ ധൈര്യല്ല. എന്ത് വലിയ ഡയലോഗ് അടിച്ചു. വണ്ടി കയറിക്കോ, വണ്ടി കയറിക്കോ. അയാള് പെടുത്തിക്കണം. അയാള് എന്താ പറഞ്ഞേ? ആ വണ്ടി കയറി. നമ്മളെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് 1 കിലോ മാങ്ങ വെച്ച് കഴിഞ്ഞാൽ 10 കിലോ തരും നമ്മള്. ആ കുറച്ച് വാങ്ങുള്ളൂ. സത്യമായിട്ട് ചാകടങ്ങാറായി ബിരിയാണി തമ്പോ നമുക്ക്. അപ്പൊ ചലഞ്ച് പാളി. നമ്മളെ നാട്ടിൽ ഇത് ഞങ്ങള് പാലക്കാടാന്ന് തോന്നുന്നുണ്ട്. മലപ്പുറത്തിനല്ല ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യാൻ ഒറ്റ ഏറ്റെടുത്ത് ഞാൻ എന്താ ചോദിക്കും വാങ്ങിത്തരാം. ചോദിച്ചുകൊണ്ട് നമ്മള് ചോദിക്കും. മലപ്പുറത്ത് അതെ, പാലക്കാട് നിന്ന് കിട്ടിയില്ല. ഇന്നൊരു വ്ലോഗാണ് ചെയ്യും. നമ്മൾ ഈ തളുവല ആ വെള്ളത്തിൽ ഒഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ കാക്കാന്റെ മാങ്ങ 500 രൂപ ഈ പീഡിയക്കാർക്കാണ്. അല്ലെങ്കിൽ ആ കാക്കാന്റെ മാങ്ങ എന്നിട്ട് തൂത്തിലിളക്കേണ്ടി വരും. അതാണ് നല്ലേ. പിന്നെ എന്താ വിഷയം? ആ അപ്പോൾ ഇതാണ് വളവിൽ തട്ടർ. ഇവിടുത്തെ ബിരിയാണിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞുതരാം. കഴിച്ചു നോക്കാം. ആഹാ, ഇതെന്താ മീനാ? മീന്തലേ? നല്ലത്. ദമ്മല്ലോ? ദമ്മ ബിരിയാണി.
മോനോ വീഡിയോ എടുത്തോണ്ടാ ഓന് വേറെ കല്യാണം വേറെ കല്യാണം സംഭവം ചോറ് വരുന്ന ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മസാല പിടിക്കുക, കുറച്ച് എരുണ്ട് ചൂടുണ്ട് പിടിക്കുന്നു അങ്ങനെ. നിങ്ങൾ രണ്ടാളും ഒരു കല്യാണമല്ല എന്നിട്ട് അപ്പുറം പോയാ നല്ല ഫുഡ് കഴിച്ചു അവിടെ കയറാൻ നല്ല എന്താ അവിടെ ഇവിടെ ഒരേ ഫുഡ് ആയിരുന്നു. പിന്നെ 2 കുടുംബക്കാരാണേ. കുടിച്ചാ നല്ല പപ്പടം, തൈര്, നാച്ചുറൽ. നമ്മുടെ ഏട്ടൻ വെച്ച ബിരിയാണിയോ ഏട്ടാ? നിങ്ങൾ ഫോൺ വിളിക്കും, സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് പറ്റില്ല ആ ബിരിയാണി. ഇതെല്ലാം രസമുണ്ട്, ഇത് കുഴപ്പമില്ല. അവിടുത്തെ 10 വയസ്സൊന്നുമില്ല. ലോട്ടറി കണ്ട ലോട്ടറി ലൈഫ് പപ്പടം ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ട് ചെറിയ അത് എടുക്കപ്പെട്ടത് ഞങ്ങൾ ഒരു പീസ് ഇങ്ങനെ വെക്കുക, നൈസായിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടയിൽ മറ്റേ ഗ്രാമ്പ് കൊടുക്കും. ഗ്രാമ്പ് എടുക്കുക, സിന്നമൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ നമ്മളെ വണ്ടിക്ക് പോവാണ്. ഫുഡ് കുഴപ്പമില്ല, ഓക്കെ. സാധാരണ ഫുഡ് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി പെടലുണ്ട്, പക്ഷെ ഇത് പെട്ടിട്ടൊന്നുമില്ല. ആവറേജ് അഫോർഡബിൾ. ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ മുണ്ടെടുത്ത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് കയറാം. ചാടി 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 ആയിവാ സൂപ്പർ. ചെറുക്കാരെ വിളിച്ചപ്പോ കയറട്ടെ. ആയിവാ ഇഞ്ഞു ഇവിടുന്ന് ഡ്രൈവ് ചെയ്യോ? ആ നോക്കി വന്ന് വെല്ലട്ടോ, ഡേഞ്ചറാണല്ലേ. എന്നാ ബോളിട്, ബോൾ ഞാൻ അടിച്ചങ്ങ് എടുക്കുവോ? നാട്ടി ബോളിട്, ബോളിട്. എടുക്ക്. ഞങ്ങൾ പേരടോ അത് അത് പൊളി. ചാട റെഡിയായി. ഓമാറിയുണ്ട് ഓമാറിഞ്ഞില്ല. അത് സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ചാടാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് നമുക്കൊരു പ്ലാൻ ഉണ്ടല്ലോ, മുണ്ടുണ്ട്, നേരെ ചാടാം. എടാ കാക്കാക്ക് നീന്താൻ അറിയില്ല കേട്ടോ, നീന്താൻ അറിയില്ല. ആ ഡേവി
എത്ര ചേട്ടി കഴിഞ്ഞ മറ്റേ പടത്തിൽ സലീം കുമാർ പോരുന്നവര് പോലും ചെക്കന്മാരും അറിയണതാ. അവിടെ 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 ആവാത്ത അടക ബനിയും കൂട്ടി തൊട്ടൽച്ച ബനിയും കൂട്ടി ബേബി അത്ര നേരായിട്ട് പറയണേ. അവിടെ നിക്ക്, ഞാൻ ബോളിട്ടരാം. അഖിലെന്തി കണ്ടിട്ടില്ല ഓനെ? അഖിലെന്തിയില് കടലൊക്കെ വന്നീനോ? കടലൊക്കെ വന്നീനോ? വണ്ടി ഐസ് കടല അതിട്ട് നിക്കണത്. ഒരു മിനിറ്റ് ചെങ്ങനെ എടുത്ത ഫുള്ള് കിട്ടൂലേ? ആ ഓക്കെ, കുടിച്ചാ മതി. കുളിയൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞ നല്ല ടയർഡായി. അതുകൊണ്ട് മോനെ ഒന്നാമത് ആ ബിരിയാണി കഴിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നിങ്ങൾ കണ്ട് നമ്മൾ വെള്ളത്തിൽ ചാടണേ. അങ്ങോട്ട് കുഴങ്ങിയിട്ട് കൈയും കാലൊക്കെ കുഴയാം. ആലോചിച്ച് സ്ഥിരമായിട്ട് ചാടണ വെള്ളത്തിൽ ഉണ്ടായിരുന്ന ടൈമാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് മാറിയപ്പോൾ വെള്ളമില്ല. ഔൽമിൽ കുടിച്ചാൽ നിർത്തിക്കണം നമ്മളെ ബാപ്പുട്ടി, ബിനു, ഞാൻ, മോനു, ജവ്വർ, അമാനു. കല്ലടിയിലാണ്. എനിക്ക് മധുരം വേണ്ട. അതിന്റെ മധുരമില്ലാത്ത ഒരു ടെൻഡർ കോക്കനട്ട്. ഇതാണ് വിഷയം. ഒന്നും ഉണ്ടായിട്ടല്ല, മധുരം ഒഴിവാക്കി. മധുരമാണ് ഏറ്റവും വലിയ. നിങ്ങൾ മധുരമാണ് ഏറ്റവും ഡേഞ്ചർ. രണ്ട് 5 പറഞ്ഞില്ല. മധുരം ഏറ്റവും ഡേഞ്ചർ സാധനമാണ്. ഷുഗർ ഒഴിവായിക്കൊള്ളൂ. വന്ന ബില്ല് 450. ഓക്കെ, ഇത് വീഡിയോക്ക് വേണ്ടതും കൂടി ഇതില് ബില്ല് എവിടെയാണ്, ഇത് എവിടുക്കാണോ ഏത് ഭാഗത്തേക്കാണ് വരുന്ന ബില്ല് ഈ ഭാഗം ആ ഭാഗം വരുന്നുണ്ടോ? ഈ ഭാഗം ഏത് ഭാഗത്തേക്കാണ് വരുന്നത് അവിടേക്കാണ് ഓരാണ് ബില്ല് കൊടുക്കുക. ഓക്കെ, അങ്ങോട്ട് തീരുമാനിച്ചോ. ഒരു സ്ട്രിക്റ്റും ഇല്ല, അത് കൊടുക്കുക. ഓക്കെ, വീഡിയോക്ക് വേണ്ടി മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് കിട്ടിയത് അതിന്റെ മോനാണ്. കണ്ടിട്ട് മനസ്സിലായല്ലേ? അങ്ങതാണോ?
നാട്ടി മധുരമുണ്ടോ? ഞാൻ ദൗർന്നില്ല പറഞ്ഞത് മലയാളം കോപ്പിറൈറ്റ് കൊടുക്കാം. എന്റെ മുഖം വെച്ചു പറയാം, കേസ് കൊടുക്കാം. ശരിക്കൊരു പേപ്പറൊക്കെ തിന്നിട്ടുണ്ട്. നമ്മള് പോന്ന് എന്താണ് കാട്ടാനകളുടെ നാടെത്തി. കരിമ്പനകളുടെ നാട്. കരിമ്പനകളുടെ നാട് പാലക്കാട്. അതായത് കേരളത്തിന്റെ ഗ്രാമഭംഗിയാണ് പാലക്കാട്ട് പണ്ട് മാമാനും പാറി പിടിച്ചിട്ട് കൊക്കനെ ഞാനുണ്ടായിരുന്നു. ചാരക്കൊക്കെ പിടിച്ചിട്ട് പണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇപ്പോൾ ഉള്ളത് അടിപൊളിയായിട്ടുള്ള പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. എന്താ ധോണിയിലാണ് ഇപ്പം നമ്മളുള്ളത്. സംഭവബഹുലമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഏയ് അവിടെ പെരും വലിവ്. ഇവിടെ ചെറിയ ഒരു പെരണ്ടജി, ഒരു ചെറിയ പെര കണ്ടോ? അതിന്റെ തൊട്ടപ്പുറത്തെ പാലം കണ്ടോ? ആ പെരന്റെ ഏകദേശം അതായത് സുഹൃത്തുക്കളെ പറയണെന്നോ ഈ ഇതിനാണോ ആയിക്കോട്ടെ. അവിടെ ഉള്ള ഒരു കൊക്കിനെ എറിഞ്ഞാണ് പൊട്ടിച്ചു വന്നു. കുറച്ചുള്ള പറയണേ. എത്താ മോനോ അതിനെ വെറുതെ മീൻ കിട്ടിയോ? ഓക്കെ, ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ആ മാക്സിമം അവനാണ്ട് അടുത്ത ബില്ല് കൊടുക്കാം. ചായന്റെ ബില്ലിടോ. ഏറ്റവും കുറവ് പോണോല്. കൂടുതൽ പോണോല് എന്ത് ചെയ്യാൻ ചോദിച്ചു. ചായക്ക് ആളെന്താക്കണ്ട എല്ലാരും അറിയും. എറിയാത്ത ആൾക്കാരെന്താണ് ഇവിടെ ഇരിക്കുക. ഇവിടുന്ന് ഈ റോട്ടിന്ന് എവിടുന്ന ഇവിടുന്ന് വരിക. റെഡി? കണ്ടോ ഏകദേശം കണക്ക് പോയിക്കോളെ. ഓക്കെ ഓക്കെ ഓക്കെ. അമാനുണ്ട് ഇവിടെ അടുത്ത്. ഏകദേശം കണക്ക് കിട്ടി. അടുത്ത വളരെ കുഞ്ഞാന്റെ ബാക്കിലാണ്. ചെരിച്ചില്ല, അതിനനുസരിച്ച് കല്യാണം എടുക്കാം. അടുത്ത ഇതിനറി കഴിച്ചില്ല. അല്ലല്ല അമാരുടെ കഴിഞ്ഞിക്കണേ. അമാരുടെ മോനോട് പറ്റും ബാക്കില്. ഒരു കച്ചല്ല. അതാ വളരെ മോശം. ഇഞ്ഞാണ് ടോപ്പ്. ജവറി ഒറ്റേറ് അല്ലോട്ടെ ഇത് ഇങ്ങോട്ടൊക്കെ നമ്മൾ എറിഞ്ഞിട്ട് 10 എത്തുള്ളൂ. എന്നിട്ടാ പറഞ്ഞതേ തപാറ അവിടെ എത്തിച്ചതേ. അതും ഇനി കണ്ടോ എറിയണ കണ്ടോ. ബ്ലോഗ് കണ്ടോ. ഏറ്റവും മോശപ്പെട്ട ഇനി ഏറ്റവും ടോപ്പ് വണ്ടി നോക്കട്ടോ. വണ്ടി കണ്ടോളിട്ടോ. ഓ രണ്ടാൾ ഈ വരമ്പിന്റെ മേലെ കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളുണ്ട്. ഒരുപാട് നല്ല രസമായിട്ടുള്ള പാലക്കാടൻ അനുഭവങ്ങളും മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവന്നാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു ലെങ്തി ആയതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണട്ടോ. അടുത്ത വീഡിയോ ഇതിൻ്റെ ജസ്റ്റ് താഴെ ജസ്റ്റ് ഒന്ന് അതും കാണും. ഓക്കെ.